എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗുരുദേവ്. എൻ്റെ പേര് കീർത്തന. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജികെ ചാനൽ. സോ ഗൈസ്, ഇന്ന് വന്നിട്ട് 13th April. ഇന്ന് കീർത്തുട്ടിയുടെ നക്ഷത്ര ദിവസം. അത് വന്നിട്ട് സ്റ്റാർ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് April 27th. സോ അത് മുമ്പ് ഞാൻ എൻ്റെ നക്ഷത്ര ദിവസം പുതിയ സാരി ഡ്രസ്സ് ഇട്ടിട്ട് ടെമ്പിൾ പോയിട്ട് അന്നേ ദിവസം അർച്ചന ചെയ്തിട്ട് പിന്നെ നമ്മൾ എൻ്റെ ബർത്ത്ഡേ ദിവസം ജസ്റ്റ് എൻജോയ് ചെയ്യാം. ലൈക്ക് ടെമ്പിളെല്ലാം പോവില്ല, ഇന്ന് പോയല്ലേ. സോ എൻ്റെ ബർത്ത്ഡേ ദിവസം ജസ്റ്റ് എൻജോയ് ചെയ്യും. സോ അങ്ങനെ ഞാൻ ചിന്തിച്ചു നമുക്ക് ടെമ്പിൾ പോവാം. പിന്നെ ഇത് എൻ്റെ വന്നിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ദേവട്ടോടെ കല്യാണത്തിന് ശേഷം കീർത്തുന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അല്ല, നക്ഷത്രം. അത് ദേവട്ടൊക്കെ ഒന്നും വിശ്വാസം ഇല്ല ഇതെല്ലാം. പക്ഷേ എന്താ ചെയ്യാ, ഈ സമയത്ത് കീർത്തുന്റെ അമ്മയുടെ വയറ്റിലുണ്ട്. ഉണ്ട്. പക്ഷെ ഞാൻ വന്നിട്ട് ശേഷം പുറത്ത് വന്നിട്ട് ശേഷം എല്ലാ വർഷങ്ങളും നക്ഷത്ര ദിവസം നമ്മൾ ഇങ്ങനെ സോ പിന്നെ നാളെ വന്നിട്ട് വിഷു. സോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എല്ലാ പർച്ചേസും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ വാങ്ങുന്നുണ്ട്, എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് വിഷുവിന് വേണ്ടിയിട്ട്. സോ കീർത്തുട്ടിന്റെ കോടി വിഷു ആണ് ആദ്യത്തെ വിഷു. കീർത്തുട്ടിക്ക് അറിയില്ല, നമ്മുടെ കീർത്തുട്ടി ആദ്യമായിട്ട് വിഷു കാണാൻ പോവാണ്. അതും കൂടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. സോ കീർത്തുട്ടിക്ക് പടക്കം പൊട്ടിക്കണം, ക്രാക്കസ് ഒക്കെ വാങ്ങാണ്ട് വെയിറ്റ് ചെയ്യാണ് കീർത്തുട്ടി. പിന്നെ നമുക്ക് കൃഷ്ണ വാങ്ങാം. പിന്നെ കുറച്ച് ഡെക്കറേഷൻ, പൂജ റൂം ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് ഐഡിയ ഉണ്ട് എനിക്ക്. സോ ഫ്ലവേഴ്സ് കുറേ ഐറ്റംസ് വാങ്ങണം. സോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇപ്പൊ നമ്മള് ടെമ്പിളിൽ പോവാണ്. പോവാല്ലേ? ഓക്കെ. ആ കീർത്തുട്ടിന്റെ ഡ്രസ്സ് കണ്ടോ, സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് സാരി ഒക്കെ ഇട്ടിട്ട്. ഈ സാരി നിങ്ങൾ ചിന്തിച്ചെങ്കിൽ എവിടെ വാങ്ങി, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടി. എന്റെ അമ്മയോടെ അനിയൻ അവര് എനിക്ക് ഗിഫ്റ്റ് തന്നു. സിൽക്ക് സാരി എനിക്ക് കല്യാണ അപ്പ് തന്നു ഗിഫ്റ്റ്. പിന്നെ എനിക്ക് ടൈമേ കിട്ടിയിട്ടില്ല വെയർ ചെയ്യാൻ. സോ ഇപ്പൊ വെയർ ചെയ്തു. അതെ, അപ്പൊ നമ്മള് പോയിട്ട് വരാം. അമ്മക്കുട്ടി വിഷുവായിട്ട് ഇവിടെ മൊത്തം അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇവിടെ കുറച്ച് പരിപാടി നിൽക്കാണ്. അങ്ങനെ പറയരുത് ഗൈസ്. എനിക്ക് കോടി അമ്മമ്മ പൈസ തന്നു ഗൈസ്. അത് നമ്മള് കൈനീട്ടം കൊടുക്കുമല്ലോ. അങ്ങനെ അത് പറഞ്ഞു. അമ്മമ്മേനെ വീട്ടിൽ പോയപ്പോ അമ്മമ്മ കീർത്തുട്ടി കൈവിഷം കൈനീട്ടം കൊടുത്തു. അപ്പോ അതാണ് കീർത്തുട്ടി ഭയങ്കര സന്തോഷത്തിലുണ്ട്. ഫസ്റ്റ് കൈനീട്ടം അമ്മമ്മയുടെ. പിന്നെ ഇന്നലെ എന്റെ ഗ്രാൻഡ് പാ ഗൂഗിൾ പേ പൈസ കിട്ടുന്നില്ല കീർത്തുട്ടിക്ക്. നമ്മള് പോയിട്ട് വരാം. ഇല്ല, നാളെ വേലക്കുന്ന്. നാളെ പോവാം നമുക്ക് രണ്ടമ്പലത്തില്. നമ്മൾ പോകുന്നുണ്ട്. സോ എല്ലാരും കീർത്തുട്ടിക്ക് വിഷ് ചെയ്യണം. സ്റ്റാർ ബർത്ത്ഡേ ആണ്. സ്റ്റാർ ബർത്ത്ഡേ ആക്ച്വലി 27 ആണ് ബർത്ത്ഡേ. ഞാൻ പറഞ്ഞു എല്ലാരും ഓർമ്മ വെക്കണം. എന്റെ ബർത്ത്ഡേ വന്നിട്ട് 27th April. അതെ, എല്ലാരും വിഷ് ചെയ്യണം. നമ്മൾ ഷോർട്ടിൽ വിഷ് ചെയ്താൽ മതി എല്ലാവരും കീർത്തുട്ടിക്ക്. നമ്മൾ 27 ഷോർട്ട് ഇടും, നമ്മൾ വീഡിയോ ഇടും, വ്ളോഗ് എടുക്കാമല്ലോ. അന്ന് കീർത്തുട്ടിന്റെ ബർത്ത്ഡേക്ക് ഒരു വ്ളോഗ് എടുക്കണം. അന്ന് കുറെ പരിപാടി ഉണ്ട്. അന്ന് കുറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്നൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ വിഷ് ചെയ്യാം. വേണ്ട, എന്തെങ്കിലും സർപ്രൈസ് തന്നെങ്കിൽ അത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് വരെ ആ സർപ്രൈസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അതിനെന്നെ കീർത്തുട്ടി വിടണ്ടേ? എന്താ ചെയ്ത എവിടെയെങ്കിലും പോണെങ്കിലും പറഞ്ഞിട്ട് പോകണം ഗൈസ്. എനിക്ക് പറയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എവിടെയും പോവാണ് ചോദിക്കും. ഞാൻ പോവാണെങ്കിൽ കീർത്തുട്ടിക്ക് മനസ്സിലാവും എന്തോ വാങ്ങാൻ പോവാണ്, സർപ്രൈസിങ് ആണെന്ന് മനസ്സിലാവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. വേണ്ടേ ഗിഫ്റ്റ്? വേണ്ടേ കീർത്തുട്ടിക്ക്? പറ. വേണം, ഗിഫ്റ്റ് വേണോ?
ഗിഫ്റ്റ് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്? ഇല്ലപ്പാ, ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇല്ല, ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല, ഗിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, ദയവായിട്ട് ഫിനാൻഷ്യലി ഭയങ്കര ലോ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഗിഫ്റ്റ് ഗിഫ്റ്റ് വേണം അല്ലേ? സാരമില്ല ദേവേട്ടാ, ഞാൻ സെൽഫ് ഗിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇന്നലെ സ്വപ്നം കണ്ടു ഗിഫ്റ്റ് ദയവായിട്ട് ഗിഫ്റ്റ് തരുന്ന സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞു രാവിലെ. ഒന്നില്ല ഗൈസ്, ഞാൻ സ്വപ്നം കണ്ടത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിട്ട് ഹാപ്പി ബർത്ത്ഡേ ഞാനേ വാങ്ങുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കീർത്തന. അങ്ങനെ ടെമ്പിൾ എത്തി. നമ്മള് ഇവിടെ അടുത്ത് തന്നെയാണ് ടെമ്പിൾ, വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ്. സോ ഗൈസ്, നമ്മള് മൈക്കും കാര്യങ്ങളും അവിടെ അഴിച്ചു വെച്ചു. ടെമ്പിൾ എടുത്തില്ല, ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ടെമ്പിളെത്തി. പുഷ്പാഞ്ജലി അല്ലേ? ഒരു പുഷ്പാഞ്ജലി അങ്ങോട്ട് ചെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചു, പിന്നെ കുറച്ച് വീഡിയോ എടുത്തു, ഷോർട്സ്, പിന്നെ നമ്മൾ പോകുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫ്ലവർ ഇട്ടിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളത്തേക്ക്. നമ്മളെ മലയാളീസിനെക്കാളും കൂടുതൽ ആകാംക്ഷയിലാണ് കീർത്തി, നമ്മളെ വീട്ടുകാരെക്കാളും. ഇവർക്ക് അത്ര ആവണില്ല, പക്ഷേ എനിക്ക് ഇല്ല ചെയ്യണം, അതാക്കണം ഇതാക്കണം. ഫസ്റ്റ് ഫെസ്റ്റിവൽ അല്ല, ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ അല്ല, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ ഇത് മാത്രമല്ല, നമ്മളോട് ഫെസ്റ്റിവലും ഇത് ദീപാവലി, ഗണേശ ചതുർത്ഥി, ഉഗാദി എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം. കേട്ടോ? അതാണ് ഗൈസ്, നമ്മൾ എത്തി. ഇപ്പോ ഫ്ലവർ വാങ്ങാൻ പോകുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് ഫ്ലവർ ഗൈസ്. ആക്ച്വലി പൂജ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാൻ അത് വാങ്ങുന്നുണ്ട്. 1 2 I will buy this. Then I want that one big. Which one you want? Mirror you want? Ask him how much is that. Lights വാങ്ങി. ലൈറ്റ് ഒക്കെ വാങ്ങുന്നുണ്ട് ഗൈസ്, എനിക്കൊന്നും അറിയുന്നില്ല. ചട്ടി വാങ്ങി. എന്തൊക്കെ വാങ്ങി കാണിക്ക്. ചട്ടി, പിന്നെ ഇത് മിറർ, സെലറ്റ്, പിന്നെ ലൈറ്റ്സ് ഉണ്ട്. കൊന്നപ്പൂ ഇതിൽ ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ ഇത് ലൈറ്റാണ്. ഇപ്പൊ സാരി മാറ്റിട്ട് ഞാൻ ഇപ്പൊ തന്നെ ആക്കും. അത് അച്ഛൻ നോക്കിക്കോ അല്ലേ? ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. എന്താ പരിപാടി രണ്ടുപേരും? ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചുടാൻ പോവാണ്. കൃഷ്ണക്ക് വേണ്ടിട്ട് അതെ. യെസ്. ഓ കണ്ടോ ഗൈസ്, എൻ്റെ അനിയൻക്ക് ഞാൻ പൈസ ആക്കും ഇന്ന്. എൻ്റെ അനിയൻക്ക് പൈസ സെൻഡ് ചെയ്യും. വിഷു അല്ലേ ദേവേട്ടാ? I will send. ദേവേട്ടാ കുന്നിയല്ലേ, നമ്മളോട് കുന്നി. നമ്മുടെ ഉണ്ണിയപ്പോ? അത് നമ്മുടെ ഉണ്ണിയപ്പം. കീർത്തുട്ടിന്റെ ഉണ്ണിയപ്പം ഇല്ല. സോ ഗൈസ്, നിങ്ങളോട് വിഷു എങ്ങനെ നടക്കുന്നുണ്ട് പ്ലീസ് കമന്റ് സെക്ഷനിൽ പറയൂ.
ഇന്ന് നൈറ്റ് നമുക്ക് ഈ വീഡിയോ വിടാം കേട്ടോ. ഓക്കെ ഗൈസ്. പിന്നെ പാർട്ട് 2 വിഷു നാളെ വരും. ഇതെല്ലാം ജസ്റ്റ് നമ്മൾ റെഡി ആക്കുന്നുണ്ട് വിഷു വേണ്ടിട്ട്. ഇതാണ് കീർത്തുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ അമ്മക്ക് നല്ല ചുടി വരും പറയണ്ട. ഓൾറെഡി ഒരു ഫൈറ്റ് ആയി. എപ്പോഴും ഇത് മാത്രം കളിക്കുന്നുണ്ട്, വേറെ ഒന്നും കഴിക്കില്ല. ഇത് മാത്രമാണ് കീർത്തുട്ടി രാവിലെ കഴിക്കുക. എന്തൊരു ഭക്ഷണം എനിക്ക് മനസ്സിലായി. ഡയറ്റ് വ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വ്ലോഗ് ഉണ്ട് ഗൈസ്, ഡയറ്റ് വ്ലോഗ്, അതിൽ കാണാം. ഇത് കഴിച്ചാണ് കീർത്തുട്ടി ഇരിക്കുന്നത് രാവിലെ എപ്പോഴും. എന്തൊരു കുട്ടിയാണ്. അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. ഒന്നുമില്ല ഇപ്പൊ അമ്മ. ശരി, ഞാൻ ഡെക്കറേഷൻ ആക്കാം ഗൈസ്. ഇതാണ് നമ്മളോട് പൂജ റൂം. ഒന്നൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്സ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കിച്ചടി ലൈറ്റ് കൂടി വാങ്ങിയിട്ടുണ്ട്. ലൈറ്റ് സോ ഗൈസ്, നമ്മളപ്പോൾ ലൈറ്റും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ഈ ഫ്ലവർ ഇങ്ങനെ കീറ്റൂടിൻ്റെ ഐഡിയ ആണ്. ലൈറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്, കാണിക്കാം. ചുമ്മാ ഇരിക്കട്ടെ, വിഷു അല്ലേ അമ്മേ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വിഷു വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുമല്ലേ. നമ്മളിപ്പോൾ അമ്മ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ പയ്യെ കാസർഗോഡ് ടൗണിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ കുറച്ച് പർച്ചേസ് കഴിഞ്ഞ് കീർത്തുട്ടിക്കും ഫസ്റ്റ് ബോഡി വിഷ് ആയതുകൊണ്ട് നമ്മളോട് ഫസ്റ്റ് ബോഡി വിഷ് ആയതുകൊണ്ട് കീർത്തുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാലോ അല്ലേ? നമ്മളിനി റെഡി ആയിട്ട് ഇറങ്ങാം. തുടങ്ങി നമ്മൾ കൃഷ്ണ വാങ്ങാൻ പോകുന്നുണ്ട്. ഈ കൃഷ്ണോട് അമ്മ വന്നിട്ടില്ല, ഭയങ്കര ചൂടല്ലേ. സോ അമ്മ കാറിലേ ഇരിക്കുന്നുണ്ട്. സാരമില്ല, നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ചെറുത് ഐ വാണ്ടഡ് ഇറ്റ് അച്ഛന്റെ ക്ലാസ്മേറ്റ് അച്ഛന്ന് പറയുന്നേ ഇവിടെ. റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാം. നമ്മൾ വാങ്ങി, പക്ഷെ ഞാൻ കാമിക്കില്ല സെലക്ടിങ്. പക്ഷെ ഏത് സെലക്ട് ചെയ്തു അവർക്ക് പക്ഷെ ഒരു കൃഷ്ണന് കുറച്ച് ബ്ലഷിങ് ഇങ്ങനെ ഉണ്ട് കവിളില്. ഇത് വന്നു അത് മതിയാണ്. ബാക്കിയുള്ളൊരു പോലെയാണ്, കുറച്ചിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കൃഷ്ണന്. ഇത് ധാവണി പണിക്കാൻ പോവാണ്. പെട്ടെന്ന് നാളെ സാരി എടുക്കാന്ന് പറഞ്ഞ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു, ധാവണി മതിയത്. ഇത് കല്യാണം മുമ്പ് എൻ്റെ അമ്മ കുറേ ടൈം പറഞ്ഞു ധാവണി വേച്ചായി. പക്ഷെ എനിക്ക് അപ്പോൾ ഇൻട്രസ്റ്റേ ഇല്ല. ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. പക്ഷേ എല്ലാം ഓപ്പൺ ആയല്ലേ, എല്ലാം ഓപ്പൺ ഉണ്ട്. This is nice. But this we have to stitch it. See this time. But tomorrow we can't wear. Guys, I'm regretting. ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു
ഞാൻ ഓൺലൈനിലെല്ലാം കണ്ടു ഗൈസ് ധാവണി സെറ്റ്, പക്ഷെ നല്ല ക്വാളിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു ഇവിടെ കേരളത്തിൽ കിട്ടൂല ധാവണി സെറ്റ്. പക്ഷെ ഇങ്ങനെ ദയവിട്ട് പുറത്ത് കൊണ്ടുപോയപ്പോ ധാവണി ഈശ്വര, പക്ഷെ ഇല്ല തീർന്നു ഗൈസ്. എന്തായി അറിയോ, കല്യാൺ സിൽക്സിൽ ഒരു ധാവണി കിട്ടില്ല ഗൈസ്. നമ്മൾ ഒരു വീക്ക് മുമ്പ് വരേണ്ടതായിരുന്നു, ഇതൊരു ധാവണി കിട്ടിയില്ല. ദയവായിട്ടോട് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു 4 ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ 5 ദിവസം മുമ്പേ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണം. എന്നിട്ട് വന്നില്ല കീഴ്ത്തൊട്ടി. വിളിച്ചപ്പോ വരില്ലെന്ന് പറഞ്ഞു. നല്ല ധാവണി ഗൈസ്, പക്ഷേ ഇല്ല സെമി മെറ്റീരിയൽ, സ്റ്റിച്ച്ഡ് ഇല്ല. ഇവിടെ ഇപ്പൊ പാർക്കിംഗ് ഇഷ്യൂ ആവുന്നുണ്ട്. എനിക്ക് ഇവിടെ ധാവണി കിട്ടിയിട്ടില്ല, ഇഷ്യൂ ആവുന്നുണ്ട്. ടെൻഷൻ അടിക്കല്ലേ ആവേ, നമുക്ക് കിട്ടും, വിഷമിക്കല്ലേ. ശരിയല്ലേ? ഇപ്പോ ധാവണി എനിക്ക് അത് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഗൈസ്, ധാവണി കിട്ടൂല എനിക്ക്. അത് സാരമില്ല, എന്താ ചെയ്യാം, ഇല്ല അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കീഴ്ത്തൊട്ടിക്ക് ധാവണി എടുത്ത് കൊടുത്തിട്ട് നമ്മൾ നിർത്തുള്ളൂ. അത് ഇന്ന് കിട്ടൂല, സമരം പോലെയാണ് കിട്ടൂല. ധാവണി എടുത്ത് കൊടുത്തിട്ട് കീഴ്ത്തൊട്ടി വിഷ്ണുവിടാൻ ഈ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. സാരി കീഴ്ത്തൊട്ടി ഇതെടുത്തു, കിട്ടിയില്ല കീഴ്ത്തൊട്ടിക്ക്. ഗൈസ് എങ്ങനെയുണ്ട്? ഇതൊന്നും ബില്ലായി ലാസ്റ്റ് ആവും എത്രയല്ലേ? അല്ലേ ഇത് മതി. വേറെ ഷോപ്പിൽ വന്നിട്ട് എഡിറ്റ് ആക്കുന്നുണ്ട്. പാവം ഗൈസ്, പാവം ഗൈസ്. ചൂട് ഞാൻ പറയുന്നല്ലേ എനിക്ക് ധാവണി കിട്ടൂല. പിന്നെ സാരി ഇല്ല, അമ്മക്ക് ചുടിദാർ വാങ്ങി, പിന്നെ ദേവിയുടെ ഷർട്ട് വാങ്ങി. എനിക്ക് ആക്ച്വലി അച്ഛ മുമ്പേ ഒരു ഷർട്ട് പാൻറ് പോലെ വാങ്ങണം മോളെ, അങ്ങനെ തന്നെ പറയുന്നായിരുന്നു. അതുപോലെ ഞാൻ വാങ്ങി ഗൈസ്. പിന്നെ കുറച്ച് പൂ വാങ്ങി. പൂ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു മുളം 100 രൂപ. ബാംഗ്ലൂരിൽ ഒരു മുള നമുക്ക് 4 മുള വന്നിട്ട് 100 രൂപ ഗൈസ്, അങ്ങനെ. പക്ഷെ കേരളയിൽ ഇത്ര അധികം 4 മുള 100 രൂപ ബാംഗ്ലൂരിൽ. വരുന്നതല്ലേ, അത് കറക്റ്റ്. ഇത് അഗർബത്തി ഉണ്ടോ? അഗർബത്തി കീഴ്ത്തൊട്ടി വാങ്ങിയ കീഴ്ത്തൊട്ടിയാണ് ഓർഡർ ചെയ്തത്. എനിക്കറിയില്ല, അറിയില്ല എന്താ സംഭവിക്കുന്നത്. ഇത് എന്റെ അച്ഛയുടെ ഫേവറേറ്റ് ഷോട്ട്, അതാണ് ദൈവമേ ഗൈസ്, എനിക്കറിയില്ല. കീഴ്ത്തൊട്ടി നമ്മളെ വീട് മൊത്തം പൊട്ടിക്കുന്ന തോന്നുന്നത്. എത്രയാന്ന് എനിക്ക് നമ്മൾ പട്ടാസ് വാങ്ങി, ഷോർട്സ് വാങ്ങി. എന്റെ അച്ഛക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ് ഷോർട്സ്. യൂസ് ടു പോസ്റ്റ് ഓൺലി ഷോർട്സ് ആക്ച്വലി. സോ നമ്മൾ തല ഇങ്ങനെ ഇരിക്കണം ഗൈസ്. 300 അത് കണ്ട, ഈ കളർ കണ്ട. നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, stay tuned. Bye.